Welcome back once again. Today I'm going to talk about how to use have had, has had. ഒരുപാട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ഇറ്റ്. വേർബ്സ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആക്ഷൻസ് പ്രവൃത്തികളാണ് വേർബ്സ്. ഈറ്റ് കഴിക്കുക, ടേക്ക് എടുക്കുക, വാക്ക് നടക്കുക, ഇതൊക്കെ ഓരോ വേർബുകളാണ്. ഇതുപോലൊരു വേർബാണ് ഹാവ്. നമുക്കറിയാം ഓരോ വേർബിനും പ്രധാനമായിട്ടും 3 ഫോമുകളുണ്ട്. അതായത് പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവയെ V1, V2, V3 എന്നും പറയും. ഈ പറഞ്ഞ 4 വേർബ്സും അതിൻ്റെ ഫസ്റ്റ് ഫോമിലാണ്, അതായത് പ്രസൻറ്റ് ഫോമിലാണ്. ഇനി ഇവയുടെ പാസ്റ്റും പാർട്ടിസിപ്പിളും എന്താണെന്ന് നോക്കാം. ഈറ്റ്, ate, eaten. Take, took, taken. Walk, walked, walked. Have, had. ഫസ്റ്റ് ഫോമിലുള്ള വേർബ്, അതായത് പ്രസൻറ്റ് ഫോമിലുള്ള വേർബ് V1 സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എസ് ഓർ ES ചേർത്താണ് പറയുക. അതായത് ഈറ്റ് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഈറ്റ്സ് ആയി മാറും. ടേക്ക് ടേക്സ് ആയി മാറും. വാക്ക് വാക്സ് ആയി മാറും. ഹാവ് ഹാസ് ആയി മാറും. അപ്പോൾ ഹാവിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. അതായത് ഹാവ് എന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസ് ആയി മാറും. പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാവ് തന്നെയായിരിക്കും. ഇനി അതിൻ്റെ പാസ്റ്റാണ് ഹാഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹാഡ് തന്നെയാണ്. ക്ലിയർ? ഹാവ് എന്ന വേർബിനെ മെയിൻ വേർബായിട്ടും ഓക്സിലിയറി വേർബായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസുകളിലാണ്. ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടും ഉള്ളവർ പ്രീവിയസ് ലെസൺ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഹാവ് ഹാഡ്, ഹാസ് ഹാഡ്, ഹാഡ് ഇവ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസുകളിലാണ്. ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് എന്നിവ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ഹാപ്പനിങ് ഫ്രം ദി പാസ്റ്റ് അൺടിൽ നൗ. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പ്രസൻറ്റ് വരെ സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഓക്സിലിയറി വേർബായിട്ട് ഹാവോ ഹാസോ എപ്പോഴും ഉപയോഗിക്കും. അതായത് അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ആവുന്നതിനനുസരിച്ച് ഓക്സിലിയറി വേർബ് ഹാവോ ഹാസോ ആയി മാറും. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 തേർഡ് ഫോം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഈറ്റൻ ഫുഡ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതായത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചതാ. ഇപ്പോൾ, അതായത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ലഞ്ച് ടൈം ആണെങ്കിൽ ആ ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല, ആ ഒരു സമയത്താണ് പറയുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. അല്ലാതെ ലഞ്ച് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയാൻ ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ലഞ്ചിൻ്റെ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പാസ്റ്റിലുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, കാരണം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഈ ലഞ്ച് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലഞ്ചിൻ്റെ ടൈമാണ്, ലഞ്ച് കഴിച്ചു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഈറ്റൻ ഫുഡ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഐ സബ്ജക്റ്റ്, ദെൻ ഹാവ് ഓക്സിലിയറി വേർബ്, ഈറ്റൻ എന്നത് ഈറ്റ് എന്ന വേർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈറ്റൻ, ദെൻ ഒബ്ജക്റ്റ് ഫുഡ്. ഇവിടെ മെയിൻ വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈറ്റൻ ആണ്. ഈറ്റ് കഴിക്കുക എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഈറ്റൻ, കഴിച്ചു. നമുക്കറിയാം ഹാവിന് കഴിക്കുക എന്നൊരർത്ഥമുണ്ട്. ഹാവ് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് ഈറ്റ് എന്നതിൻ്റെ സെയിം മീനിങ് ആണ് ഹാവിനും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈറ്റൻ എന്നതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഹാവ് ഉപയോഗിക്കാം. ഇത് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാവ് അങ്ങോട്ട് അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഹാവിൻ്റെ തേർഡ് ഫോമാണ്, വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഈറ്റിൻ്റെ തേർഡ് ഫോമായ ഈറ്റൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഹാവിൻ്റെ തേർഡ് ഫോമായ ഹാഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഐ ഹാവ് ഹാഡ് ഫുഡ്.
I have had food. ഇവിടുത്തെ ആദ്യത്തെ ഹാവ് ഓക്സിലിയറി വേർബാണ്. പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ് ഹാവിൻ്റെ തേർഡ് ഫോമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് കഴിക്കുക എന്നർത്ഥത്തിൽ. ഐ ഹാവ് ഹാഡ് ഫുഡ്. അതായത് ഐ ഹാവ് ഈറ്റൺ ഫുഡ് എന്ന് പറഞ്ഞാലും ഐ ഹാവ് ഹാഡ് ഫുഡ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും? ദേ ഹാവ് ഹാഡ് ഫുഡ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വി ഹാവ് ഹാഡ് ഫുഡ്. അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും? അവൾ എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ഹാസ് ഹാഡ് ഫുഡ്. അവൻ കഴിച്ചിട്ടുണ്ട്. ഹീ ഹാസ് ഹാഡ് ഫുഡ്. അപ്പോൾ ഹാവ് ഹാഡും ഹാസ് ഹാഡും എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പ്രിനൗൺസ് ചെയ്യുമ്പോൾ ഈ ഹാവ് ഹാഡ് അതുപോലെ ഹാസ് ഹാഡ് എന്നിങ്ങനെ ഒരുപോലെ സ്ട്രെസ് ചെയ്ത് പറയില്ല. ഇവിടുത്തെ മെയിൻ വേർബിനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുക, അതായത് ഹാഡിനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഹാവിനെയും ഹാസിനെയും സ്ട്രെസ് കുറച്ച് വേണം പറയാൻ. അപ്പോൾ ഐ ഹാവ് ഹാഡ് അതിൻ്റെ കോൺട്രാക്ഷൻ തന്നെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഐവ് ഹാഡ്, ഐവ് ഹാഡ്. ഇവിടെ ഹാഡിനെ സ്ട്രെസ് ചെയ്ത് പറയുക, ഹാവ് എന്നുള്ളതിന് സ്ട്രെസ് കുറച്ച് പറയുക. ഐവ് ഹാഡ്, ഐവ് ഹാഡ് ഫുഡ്. ദേവ് ഹാഡ് ഫുഡ്. വീവ് ഹാഡ് ഫുഡ്. ഇനി ഇവിടെ ഹാസിന് സ്ട്രെസ് കൊടുക്കാതെ ഹാഡിന് സ്ട്രെസ് കൊടുക്കാം. ഷീസ് ഹാഡ് ഫുഡ്. ഹീസ് ഹാഡ് ഫുഡ്. ഹീ ഈസ് എന്ന് പറയില്ലേ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, അതുപോലത്തെ ഒരു പ്രൊനൗൺസിയേഷനാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഈസ് എന്നല്ല ഹാസ് എന്നാണ് എന്നുള്ളത് നമുക്കറിയാം, കാരണം ഇവിടെ പെർഫെക്റ്റ് ടെൻസാണ്. ഇവിടെ അപ്പുറത്ത് ഹാഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പോൾ ഇവിടെ ഈസ് അല്ല ഹാഡാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഷീ ഹാസ് ഹാഡ് ഫുഡ് എന്ന് പറയില്ല, ഷീസ് ഹാഡ് ഫുഡ്, ഹീസ് ഹാഡ് ഫുഡ്. ഹാവിന് കഴിക്കുക എന്ന് മാത്രമല്ല അർത്ഥം, ഉണ്ട് എന്നർത്ഥമുണ്ട്. അതായത് ഓണർഷിപ്പിന്, റിലേഷൻഷിപ്പിന്, ഒരു സിക്ക് ഉണ്ട് എന്ന് പറയാൻ ഒക്കെ ഈ ഹാവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് എക്സാമ്പിൾസ്. വി ഹാവ് ഹാഡ് സം പ്രോബ്ലംസ് വിത്ത് അവർ കമ്പ്യൂട്ടർ സിസ്റ്റം റീസൺലി. ഈയിടെയായിട്ട് ഞങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വി സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ ഹാവ് ആണ് ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഹാഡ് എന്നത് ഉണ്ട് എന്നർത്ഥം വരുന്ന ഹാവിൻ്റെ തേർഡ് ഫോമാണ്. ഹാഡ്, വി ഹാവ് ഹാഡ്, ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ത്? സം പ്രോബ്ലംസ് വിത്ത് അവർ കമ്പ്യൂട്ടർ സിസ്റ്റം റീസെൻ്റ്ലി. കുറച്ച് പ്രശ്നങ്ങൾ ഈയിടെയായിട്ട് ഞങ്ങളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഐ ഹാവ് ഹാഡ് എ ഹെഡേക്ക് ഓൾ ഡേ. എനിക്ക് സുഖമില്ല, ദിവസം മുഴുവൻ എനിക്ക് തലവേദനയുണ്ടായിട്ടുണ്ട്. ഇവിടെയും ആദ്യത്തെ ഹാവ് ഓക്സിലറി വേർബാണ്. രണ്ടാമത്തെ ഹാഡ് എന്നത് ഹാവിൻ്റെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, അതായത് ഉണ്ട് എന്നർത്ഥം വരുന്ന മെയിൻ വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. തലവേദനയുണ്ട് എന്ന് പറയാനായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഹാസ് ഹാഡ് 3 children ഇൻ ദി പാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷത്തിനിടെ അവൾക്ക് 3 കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാവിന് പകരം ഹാസ് ആണ് ഉപയോഗിച്ചത്. ഹാസ് ഹാഡ്, ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാവിൻ്റെ തന്നെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഉണ്ട് എന്നർത്ഥം വരുന്നത്. അവൾക്ക് ഉണ്ട്, 3 കുട്ടികൾ ഉണ്ട് എന്ന് പറയാനായിട്ട്. ഓക്കെ, ഷീ ഹാസ് ഹാഡ് 3 children ഇൻ ദി പാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷത്തിനിടെ അവൾക്ക് 3 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഹി ഹാസ് ഹാഡ് 2 surgeries ഓൺ ഹിസ് ബാക്ക്. അവൻ്റെ മുതുകിന് 2 സർജറീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കുമ്പോൾ ഹാവ് ഹാഡിൻ്റെയും ഹാസ് ഹാഡിൻ്റെയും കോൺട്രാക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറയണം? വി ഹാവ് ഹാഡ് സം പ്രോബ്ലംസ് വിത്ത് അവർ കമ്പ്യൂട്ടർ സിസ്റ്റം റീസെൻ്റ്ലി. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഐ ഹാവ് ഹാഡ് എ ഹെഡേക്ക് ഓൾ ഡേ. ഷീസ് ഹാഡ് 3 children ഇൻ ദ പാസ്റ്റ് 5 years. ഹീസ് ഹാഡ് 2 surgeries ഓൺ ഹിസ് ബാക്ക്. ഇനി സെൻറ്റൻസിനെ നെഗറ്റീവാക്കി പറയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ എപ്പോഴും കഴിച്ചിട്ടുണ്ട് എന്നാവില്ല പറയുക, ഞാൻ കഴിച്ചിട്ടില്ല എന്നും പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ നെഗറ്റീവായ ഒരു മറുപടിയാണ് പറയേണ്ടത് എങ്കിൽ സെൻറ്റൻസിൽ ഓക്സിലറി വേർബായ ഹാവ് അതല്ലെങ്കിൽ ഹാസ്
അതിൻ്റെ കൂടെ നോട്ട് കൂടെ ചേർത്ത് പറയുക. ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാസ് നോട്ട്, അതിൻ്റെ ഷോർട്ട് ഹാവിൻറ്റ്, ഹാസിൻറ്റ്. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, നീ ഇന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഹാഡ് എനിത്തിങ് ടു ഈറ്റ് ടുഡേ? അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത് എങ്കിൽ ഐ ഹാവിൻറ്റ് ഹാഡ് എനിത്തിങ്. ഐ ഹാവിൻറ്റ്. ഹാവ് നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷനാണ് ഹാവിൻറ്റ്. ഐ ഹാവിൻറ്റ് ഹാഡ് എനിത്തിങ്. ഹാസ് ഹി ഹാഡ് എനി സർജറീസ് ഓൺ ഹിസ് ബാക്ക്? അവൻ്റെ പുറത്ത് വല്ല സർജറിയും നടത്തിയിട്ടുണ്ടോ? അവൻ്റെ പുറത്ത് ഒരു സർജറിയും നടത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത് എങ്കിൽ ഹി ഹാസിൻറ്റ് ഹാഡ്. ഹി ഹാസിൻറ്റ് ഹാഡ് എനി സർജറീസ് ഓൺ ഹിസ് ബാക്ക്. അപ്പോൾ സെൻറ്റൻസുകളെ നെഗറ്റീവാക്കി പറയണമെന്നുണ്ടെങ്കിൽ ഓക്സിലറി വേർബ്സായ ഹാവിൻ്റെയോ ഹാസിൻ്റെയോ കൂടെ നോട്ട് ചേർത്ത് പറയുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒരു കാര്യം ആദ്യം നടന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടാവും രണ്ടാമത്തെ കാര്യം നടന്നിട്ടുണ്ടാവുക. ഇങ്ങനെ പാസ്റ്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കാറ്. ഫോർ എക്സാമ്പിൾ, വെൻ റാണി അറൈവ്ഡ് എവ്രിവൺ ഹാഡ് ഹാഡ് ഡിന്നർ. റാണി വന്നപ്പോൾ എല്ലാവരും അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് ആക്ഷനാണ് പാസ്റ്റിൽ നടന്നിരിക്കുന്നത്. അതായത് ഒന്ന് റാണി വന്നു, രണ്ടാമത്തേത് അപ്പോഴേക്കും എല്ലാവരും അത്താഴം കഴിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന ആക്ഷൻ ഏതായിരിക്കും? റാണി വന്നതാണോ അത്താഴം എല്ലാവരും കഴിച്ചതാണോ? അത്താഴം എല്ലാവരും കഴിച്ചു എന്നുള്ളതാണ് ആദ്യം നടന്നത്. അതിന് ശേഷമാണ് റാണി വന്നത്. അപ്പോൾ ആദ്യം സംഭവിച്ച ആക്ഷൻ അത്താഴം കഴിച്ചു എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലും എവ്രി വൺ ഹാഡ് ഹാഡ് ഡിന്നർ. ദെൻ രണ്ടാമത് നടന്ന കാര്യം, അതായത് ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം റാണി എത്തി എന്നുള്ളതാണ് രണ്ടാമത് നടന്ന കാര്യം. അത് സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ റാണി അറൈവ്ഡ്. റാണി അറൈവ്ഡ് സിമ്പിൾ പാസ്റ്റ്, വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അറൈവ്, അറൈവ്ഡ്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ പ്രസൻറ്റിലും ഒരാൾ പറയാണ്, റാണി വന്നപ്പോഴേക്കും എല്ലാവരും അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. വെൻ റാണി അറൈവ്ഡ് എവ്രി വൺ ഹാഡ് ഹാഡ് ഡിന്നർ. ഇവിടെ രണ്ട് ഹാഡ് ഉണ്ട്. അതിൽ ഫസ്റ്റിലെ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഹാവിൻ്റെ പാസ്റ്റായ ഓക്സിലറി വേർബാണ് ഉപയോഗിക്കേണ്ടത്, ഹാഡ്. ഇവിടെ ആദ്യത്തെ ഹാഡ് ഹാവിൻ്റെ പാസ്റ്റായ ഹാഡ് ഓക്സിലറി വേർബ്. രണ്ടാമത്തെ ഹാഡ് കഴിക്കുക എന്നർത്ഥമുള്ള ഹാവിൻ്റെ തേർഡ് ഫോമായ ഹാഡ്. ഇപ്പോൾ ഈറ്റ് എന്നതിനെ ഈറ്റൺ എന്ന് പറയാറില്ലേ, അതുപോലെ ഹാവിൻ്റെ തേർഡ് ഫോമായ ഹാഡ്. മറ്റൊരു എക്സാമ്പിൾ, ലാസ്റ്റ് വീക്കെൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു റിലാക്സ് ബിക്കോസ് ഐ ഹാഡ് എ ബിസി വീക്ക്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ എനിക്ക് തിരക്കുള്ള ഒരു ആഴ്ച ഉണ്ടായതിനാൽ ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വാരാന്ത്യത്തിൽ, ലാസ്റ്റ് വീക്കെൻഡിലെ കാര്യമാണ് പറയുന്നത്, അതായത് പാസ്റ്റിലുള്ള കാര്യം. പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു റിലാക്സ്. ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിച്ചു. ഇനി അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് എ ബിസി വീക്ക്. എനിക്ക് വളരെ തിരക്കുള്ള ഒരു ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒന്ന്, ഞാൻ റിലാക്സ് ചെയ്യാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ കാര്യം, എനിക്ക് തിരക്കുള്ള ഒരു ആഴ്ചയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന കാര്യം ഏതാണ്? തിരക്കുള്ള ഒരു ആഴ്ച ഉണ്ടായിരുന്നു. അത് കാരണമാണല്ലോ റിലാക്സ് ചെയ്യാൻ ആഗ്രഹിച്ചത്. സോ ആ ആദ്യം നടന്ന സംഭവം തിരക്കുള്ള ഒരു ആഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാഡ് എ ബിസി വീക്ക്. സോ അതുകൊണ്ട് എന്താഗ്രഹിച്ചു? ഐ ജസ്റ്റ് വാണ്ടഡ് ടു റിലാക്സ്. ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിച്ചു. ക്ലിയർ അല്ലേ? മറ്റൊരു എക്സാമ്പിൾ,
The director told me he had had a meeting with the president. രാഷ്ട്രപതിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു എന്ന് സംവിധായകൻ എന്നോട് പറഞ്ഞു. ഇവിടെയും രണ്ട് ആക്ഷനാണ് പാസ്റ്റിൽ നടന്നിരിക്കുന്നത്. ഒന്ന് എന്നോട് പറഞ്ഞു എന്നുള്ളത്, പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റിലുള്ള കാര്യമാണ് അത് തന്നെ. രണ്ടാമത്തെ കാര്യം രാഷ്ട്രപതിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം രാഷ്ട്രപതിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് അത് എന്നോട് പറഞ്ഞു എന്നുള്ളത് പറയുക, അല്ലേ? സോ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയുണ്ടായി എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും, ഹി ഹാഡ് എ മീറ്റിംഗ് വിത്ത് പ്രസിഡൻറ്റ്. ദെൻ അത് സംവിധായകൻ എന്നോട് പറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത് നടന്ന കാര്യം. അത് സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഡയറക്ടർ told me. മറ്റൊരു എക്സാമ്പിൾ, ഷീ woke up screaming because she had a bad dream. അവൾ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു കാരണം അവൾ ഒരു ബാഡ് ഡ്രീം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയും രണ്ട് കാര്യങ്ങളാണ് പാസ്റ്റിൽ നടന്നിരിക്കുന്നത്. ഒന്ന്, അവൾ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു, വോക്ക് അപ്പ് എന്നാണ് പറഞ്ഞത്, എഴുന്നേറ്റു. എന്തുകൊണ്ട്? അവൾ ഒരു മോശം സ്വപ്നം കണ്ടതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നടന്നിരിക്കുന്ന സംഭവം ഏതാണ്? അവൾ ഒരു ബാഡ് ഡ്രീം കണ്ടു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റത്. സോ സ്വപ്നം കണ്ടു എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഷീ ഹാഡ് എ ബാഡ് ഡ്രീം. അതിൻ്റെ കാരണം സിമ്പിൾ പാസ്റ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത്. ഷീ വോക്ക് അപ്പ് സ്ക്രീമിങ്. അവൾ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇവിടെയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റിലുള്ള ഹാഡ് ഓക്സിലറി വെർബാണ്. പാസ്റ്റിലായതുകൊണ്ട് ഹാവിൻ്റെ പാസ്റ്റ് ഓക്സിലറി വെർബായ ഹാഡ് ഉപയോഗിച്ചു. ദെൻ രണ്ടാമത്തെ ഹാവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് മെയിൻ വെർബായ ഹാവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഉണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ വീണ്ടും കാണുക. കുറച്ച് പ്രയാസമുണ്ട്, അപ്പോൾ 1-2 പ്രാവശ്യം കാണുമ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. അതർവൈസ് ബൈ.